എല്ലാവർക്കും നമസ്കാരം. ധാരാളം പേർക്ക് കണ്ടുവരുന്ന ഒന്നാണ് കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രത്തിലെ കല്ല്. ഇത് ഒത്തിരി വേദന ഉണ്ടാക്കണ ഒന്നാണ്, നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുത്തും. ഇത് വന്നവർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇത് വിട്ടുമാറില്ല, പിന്നെ ഇത് വന്നുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ വന്നിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ചേട്ടന് അതുപോലെ ഞങ്ങൾ പരിചയമുള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇത് പൊടിച്ച് കളഞ്ഞിട്ടും മരുന്ന് കഴിച്ചിട്ടും ഒക്കെ പിന്നീടും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വൈദ്യരുടെ നിർദ്ദേശപ്രകാരം ഒരു ഒറ്റമൂലി കഴിച്ചു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ആദ്യം എനിക്ക് വന്നിട്ട് മരുന്നൊക്കെ കഴിച്ച് മാറിയതാണ്. പിന്നീട് ഇതേപോലെ പെട്ടെന്നൊരു വയറുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അന്നേരം സ്കാൻ ചെയ്തപ്പോൾ കല്ലാണെന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ മരുന്നാണ് കഴിച്ചത്. ഇത് ഒരൊറ്റ പ്രാവശ്യം എനിക്ക് കഴിക്കേണ്ടി വന്നുള്ളൂ. പിന്നീട് വേദന മാറി. പിന്നെ ഞാൻ ഒന്നും കൂടെ സ്കാൻ ചെയ്തപ്പോൾ കല്ല് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒറ്റമൂലി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടമ്മമാർക്ക് ലക്ഷങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള വഴി പറയാം. യാതൊരു മുതൽ മുടക്കുമില്ലാതെ സ്വന്തമായി ബിസിനസ് ചെയ്യാം. മാത്രമല്ല മാസത്തിൽ 3 പ്രാവശ്യം ശമ്പളം നേടാം. നിശ്ചിത ജോലി സമയം ഇല്ലാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും ജോലി ചെയ്യാം. അതിനായി മീഷോ ആപ്പ് ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യൂ. അപ്പോൾ നമുക്ക് ഈ മരുന്നിനായിട്ട് മുരിങ്ങത്തൊലിയാണ് ആവശ്യം. ഞാൻ മുരിങ്ങ മരത്തുമെന്ന് മുരിങ്ങത്തൊലി ആവശ്യാനുസരണം ചെത്തിയെടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് അത് ചെത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പുറമത്തെ തൊലിയാണ് നമുക്ക് ആവശ്യം. 2 തൊലി മാത്രം മതി, പക്ഷേ ഞാനിവിടെ 3-4 തൊലി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ മേലൊക്കെ സ്വല്പം അഴുക്കുണ്ടാവും, അപ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴുകണം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒറ്റമൂലി പറഞ്ഞു തന്ന വൈദ്യർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മുരിങ്ങ ചെത്തിയെടുക്കുന്ന സമയത്ത് അതിന് വേദന എടുക്കും അത്രേ മുരിങ്ങയ്ക്ക്. അന്നേരം നമ്മൾ മനസ്സിൽ പറയണം ഇങ്ങനെ മരുന്നിന് വേണ്ടിയിട്ടാണ് സോറിയെന്ന്. അപ്പോൾ അതായത് നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ട് മരുന്ന് ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ചെത്തിയെടുത്താൽ നന്നാവും. അപ്പോൾ നമ്മളിത് കഴുകി കറക്റ്റാക്കി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് ചതച്ചെടുക്കണം, നന്നായിട്ട് ചതയ്ക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം, അതല്ല അമ്മിയമ വെച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉള്ളിയൊക്കെ ചതച്ചെടുക്കണതുണ്ടല്ലോ അതിലാക്കാം. ഞാനിപ്പോൾ ഉള്ളിയൊക്കെ ചതയ്ക്കണ ഈ ഇതിലിട്ടിട്ടാണ് ചതച്ചെടുക്കണത്. അപ്പോൾ നമ്മളിത് ചതച്ച് കറക്റ്റായി. ഇനി ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇളനീര് വെള്ളമാണ്. നമ്മൾ ഇളനീര് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇളനീര് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല വെള്ളമുള്ള ഇളനീര് വേണം നമുക്ക് എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ആവശ്യം. അപ്പോൾ നമുക്കിത് ഇളനീര് വെട്ടിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇളനീര് വെട്ടി കറക്റ്റായിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഇളനീര് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം കിട്ടും. ഇനി നമുക്കിതിവിടെ അടച്ചു വയ്ക്കാം. ഞാനൊരു പാത്രം എടുക്കട്ടെ. നമുക്കതിലേക്ക് ഈ വെള്ളം മുഴുവനും ഒഴിക്കുക. ഇതിൽ ഒത്തിരി വെള്ളമുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് അളന്നെടുക്കാം. എനിക്കിത് ഒറ്റ പ്രാവശ്യം കുടിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ മൂത്രത്തിൽ കല്ലൊക്കെ പോയി. പക്ഷേ ഇത്തിരി വലിപ്പം കൂടിയ കല്ലാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നിങ്ങൾ അടുപ്പിച്ച് ഇത് കഴിക്കേണ്ടി വരും. ഒരാഴ്ച കൊണ്ട് തീർച്ചയായിട്ടും പോവും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. വെറും വയറ്റിൽ 1 ഗ്ലാസ്സാണ് ഇത് കഴിക്കേണ്ടത്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും, അതായത് കുറേ നാൾ കഴിഞ്ഞിട്ട് 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേദന ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് നമുക്ക് ആദ്യമായിട്ട് തോന്നുന്ന വയറിൽ ചെറുതായിട്ടൊരു വേദന തോന്നുക, പിന്നീട് അത് അടിവയറ്റിലേക്ക് വേദനയായിട്ട് മാറും, പിന്നെ അത് കാലുമയ്ക്കുള്ള ശക്തിയായ വേദനയായിട്ട് മാറും. അപ്പോൾ നമ്മൾ വയറുവേദനയായിട്ട് തോന്നുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വേദനയും മാറും, അതുപോലെ തന്നെ കല്ലുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഈ കല്ലിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇളനീര് വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇതിൽ ഒത്തിരി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ്സിലേക്ക് ഇത് അളന്നൊഴിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചതച്ച് വെച്ചിട്ടുള്ള മുരിങ്ങ തൊലി ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഈ ഇളനീര് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ചതച്ചിട്ടുള്ള അതിൻ്റെ ഒത്തിരി നീരുണ്ടാവും. ഈ മുരിങ്ങയുടെ തൊലി ചെത്തി എടുത്തിട്ട് ചതയ്ക്കുമ്പോൾ അതിന് നല്ല നീരുണ്ടാവും. അതും ഈ ഇളനീര് വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇളനീര് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ അരിച്ചൊഴിക്കണം. എന്നിട്ട് നമ്മൾ കാലത്ത് വെറും വയറ്റിൽ കഴിക്കണം. അങ്ങനെ ഫസ്റ്റ് ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് വേദനയൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസം, അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച, അതിലും കൂടുതൽ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും പോയിരിക്കും. പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് വേദന തോന്നുകയാണെങ്കിൽ അന്നേരം കഴിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വേദന തോന്നുകയാണെങ്കിൽ ഇത് കഴിക്കുക. അപ്പോൾ അന്നേരം നിങ്ങളുടെ വേദനയും കല്ലൊക്കെ പോകുന്നതായിരിക്കും.
ഇത് നല്ലൊരു റിസൾട്ട് ഉള്ളതാണ്. ഞങ്ങളത് പരീക്ഷിച്ച് ഞങ്ങൾക്ക് സക്സസ് ആയതാണ്. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മൂത്രത്തിലെ കല്ലിൻ്റെ ഉപദ്രവമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഇളനീര് വെച്ചിട്ട് പുഡിങ്ങും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. നമ്മൾ ഉപ്പുറ്റി വേദനയ്ക്കുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാവില ഞെട്ടി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മൂത്രത്തിലെ പഴുപ്പ് എങ്ങനെ പോവും എന്നുള്ളത് അത് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. നമ്മൾ അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്ത് ടിപ്സുകൾ ഇതിലിട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി അതൊക്കെ ഒന്ന് കാണണം, ട്രൈ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് മീഷോ ആപ്പ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഇത് തികച്ചും സൗജന്യമാണ്. വേഗമാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.